ഗുഡ് മോർണിംഗ്. നമ്മൾ സി പി ഒക്കാർക്ക് അറസ്റ്റ് എന്ന ടോപ്പിക്കിൽ 35 മുതൽ 61 വരെയുള്ള മുഴുവൻ സെക്ഷനും നിങ്ങളുടെ സിലബസിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ 35 എന്നുള്ളൊരു സെക്ഷൻ, വളരെ വലിയൊരു സെക്ഷനായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ 2 സെക്ഷനാണ് നോക്കുന്നത്, 36, 38. BNSSലെ സെക്ഷൻ 36ഉം 38ഉം അറസ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 സെക്ഷൻ. അപ്പോൾ ഇതിൽ 36 പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ചില നടപടികളും അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയുമാണ്. നോക്കാം എന്താണെന്ന്. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ അയാളുടെ നെയിം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ക്ലിയറായും വിസിബിളായും പെട്ടെന്ന് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ധരിക്കാനായിട്ട്. ബിയർ ചെയ്യുന്നത് വളരെ വിസിബിളായിട്ടായിരിക്കണം അയാളുടെ നെയിം ധരിച്ചിരിക്കേണ്ടത്. രണ്ടാമതായി എന്താണ് ചെയ്യേണ്ടത്? പോലീസ് ഓഫീസർ ഒരു മെമ്മറാണ്ടം ഓഫ് അറസ്റ്റ് തയ്യാറാക്കണം. മെമ്മറാണ്ടം ഓഫ് അറസ്റ്റ് അതിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വിറ്റ്നസ്സായി അറ്റസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ആൾ എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഫാമിലി മെമ്പർ ആവാം. ഓക്കെ, ഒന്നുകിൽ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഫാമിലി മെമ്പർ ആവാം, അതല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയും ആവാം. ഓക്കെ, അപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർ ഒരു മെമ്മറാണ്ടം തയ്യാറാക്കണം. ആ മെമ്മറാണ്ടത്തിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അറ്റസ്റ്റ് ചെയ്തിരിക്കണം വിറ്റ്നസ്സായിട്ട്. അത് അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ഫാമിലി മെമ്പറോ അതല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ലൊക്കാലിറ്റിയിലുള്ള ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോ ആവാം. ഓക്കെ, ഇനി ആ ഫാമിലി മെമ്പർ അല്ല അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങളുടെ അറസ്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അയാളെ അറിയിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു റൈറ്റ് അയാൾക്കുണ്ട് എന്നുള്ളത് അയാളെ അറിയിക്കണം. നിങ്ങളുടെ ഫാമിലി മെമ്പറെ നിങ്ങളുടെ അറസ്റ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം എന്താ, ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അതിൽ ഒപ്പിട്ടതെങ്കിൽ ഫാമിലി അറിയുന്നില്ല. ഫാമിലി മെമ്പറാണ് ഒപ്പിട്ടതെങ്കിൽ പിന്നെ അങ്ങനെ അറിയിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഫാമിലിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെയല്ല എന്നാണെങ്കിൽ അയാളോട് പറയണം, നിങ്ങൾക്ക് ഫാമിലിയുള്ളതോ റിലേറ്റീവോ ഫ്രണ്ടോ ഏതൊരു വ്യക്തിയെയും നിങ്ങൾക്ക് നിങ്ങളുടെ അറസ്റ്റിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്നുള്ളത് അയാളോട് ഇൻഫോം ചെയ്യുക. ഓക്കെ, കൂടാതെ അറസ്റ്റ് ചെയ്ത വ്യക്തി ആ മെമ്മറാണ്ടത്തിൽ കൗണ്ടർ സൈൻ കൂടെ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് സെക്ഷൻ 36 നടപടികൾ. ഇനി സെക്ഷൻ 38 പറയുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിക്കുള്ള ഒരു റൈറ്റിനെ കുറിച്ചാണ്. റൈറ്റ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അയാളുടെ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട് BNSS. അയാൾക്ക് അയാളുടെ ചോയ്സിനനുസരിച്ച് ഇഷ്ടപ്രകാരമുള്ള അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള റൈറ്റാണ്. പോലീസിൻ്റെ ഇൻട്രോഗേഷൻ ടൈമിൽ ക്വസ്റ്റ്യനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാം, അഡ്വൈസ് വാങ്ങിക്കാം. മുഴുവൻ സമയത്തും അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി ഇരിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അയാൾക്ക് അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനും അഡ്വൈസ് എടുക്കാനും ഒക്കെയുള്ള ഒരു റൈറ്റ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അത്രയാണ് 36, 38. 36 നടപടികളാണ് പറയുന്നത്. പോലീസിൻ്റെ ഡ്യൂട്ടി, പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയും പറയുന്നുണ്ട്. 38 അഡ്വക്കേറ്റ് മീറ്റ് ചെയ്യാനുള്ള അറസ്റ്റഡ് പേഴ്സൻ്റെ റൈറ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, താങ്ക് യു.